എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു അടിപൊളി കഥ കേൾക്കാൻ പോവാണ്. ഒരു മാന്ത്രിക കഥ. ആകാശത്ത് താമസിക്കുന്ന ഒരു കുഞ്ഞു മാലാഖയുടെയും പിന്നെ ഒരു കൊച്ചു മഴത്തുള്ളിയുടെയും. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയായിട്ടിരിക്കുകയാണോ? അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും ആകാശം കണ്ടിട്ടില്ലേ? ആ നീല ആകാശത്ത് ഇങ്ങനെ പഞ്ഞിക്കെട്ടുപോലെ ഒഴുകി നടക്കുന്ന മേഘങ്ങൾ. ആ മേഘങ്ങൾക്കിടയിൽ ആരായിരിക്കും താമസിക്കുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നമുക്ക് പതുക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ, ആരാണവിടെന്ന്? അപ്പം നമ്മുടെ കഥ തുടങ്ങാണ്. ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് മേഘങ്ങൾക്കിടയിലൂടെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു സുന്ദരി മാലാഖയാണ്. അവളെ കാണണ്ടേ നിങ്ങൾക്ക്? ഒരിക്കൽ ഒരിടത്ത് പണ്ട് ആകാശത്ത് വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങളിങ്ങനെ ഒഴുകി നടക്കില്ലേ? ആ മേഘങ്ങൾക്കിടയിലായിരുന്നു ഒരു കുഞ്ഞു മാലാഖ താമസിച്ചിരുന്നത്. ആ മാലാഖയുടെ കണ്ണുകൾ എങ്ങനെയുള്ളതായിരുന്നു എന്നറിയാമോ കൂട്ടുകാർക്ക്? രാത്രി ആകാശത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളെ കാണാറില്ലേ? അതുപോലെ തിളങ്ങുന്ന കണ്ണുകളായിരുന്നു അവൾക്ക്. അതുമാത്രമല്ല കേട്ടോ, അവളുടെ കുഞ്ഞു ചിറകുകളുണ്ടല്ലോ, അതൊരു വെള്ളിത്തുണി പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. എന്തു രസായിരുന്നെന്നാ അവളെ കാണാൻ. അങ്ങനെ ആകാശത്തു നിന്നും നമ്മുടെ കഥ പതുക്കെ പതുക്കെ താഴേക്ക് ഭൂമിയിലേക്ക് വരികയാണ്. അവിടെ കുറേ കൂട്ടുകാർ കളിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം, അല്ലേ? ഒരു ദിവസം ഈ കുഞ്ഞു മാലാഖ മേഘങ്ങളുടെ മുകളിലിരുന്ന് താഴേക്കിങ്ങനെ നോക്കുവായിരുന്നു. അപ്പോഴാണ് അവള് ഒരു ചെറിയ ഗ്രാമം കാണുന്നത്. ആ ഗ്രാമത്തിൽ നിങ്ങളെപ്പോലുള്ള കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. എന്താ കാരണമെന്നറിയാമോ? അവരുടെ ആകാശത്ത് നല്ല ഭംഗിയുള്ള മഴവില്ലില്ലായിരുന്നു. അതായിരുന്നു അവരുടെ സങ്കടം. കുട്ടികളുടെ ഈ സങ്കടം കണ്ടിട്ട് നമ്മുടെ മാലാഖയ്ക്ക് വിഷമമായി. അവൾ എന്തു ചെയ്തിട്ടുണ്ടാകും? ഇവിടെയാണ് ഒരു ചെറിയ സഹായം ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മാലാഖക്കുട്ടി എന്തു ചെയ്തു എന്നോ? അവൾ അടുത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞു മഴത്തുള്ളിയെ വിളിച്ചു. എന്നിട്ട് വളരെ സ്നേഹത്തോടെ ചോദിച്ചു, "എന്റെ കൊച്ചു ചെങ്ങാതി, നീ താഴെ ഭൂമിയിലേക്കൊന്ന് പോയി ആ കുട്ടികളെ സന്തോഷിപ്പിച്ചിട്ട് വരുമോ?" ഇതങ്ങോട്ട് കേട്ടതും നമ്മുടെ മഴത്തുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, "ഓ, പിന്നെന്താ, ഞാനിപ്പത്തന്നെ പോകാം." അങ്ങനെ ആ ധീരനായ മഴത്തുള്ളി മേഘത്തിൽ നിന്നും താഴേക്ക് ഒരൊറ്റച്ചാട്ടം. ഭൂമിയിലേക്കുള്ള അവന്റെ യാത്ര തുടങ്ങിയിരിക്കുന്നു. താഴേക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവൻ ചുറ്റുമൊക്കെ നോക്കി. അപ്പോ നല്ല ഭംഗിയുള്ള പൂക്കൾ ചെടികളിൽ വിരിഞ്ഞു നിൽക്കുന്നു. അവൻ ആ പൂക്കൾക്കെല്ലാം ഓരോ ഉമ്മ കൊടുത്തു. ഒടുവിൽ അവൻ പതുക്കെ താഴെ മണ്ണിലെത്തി. നിലത്ത് തട്ടി ചെറുതായൊന്ന് തുള്ളിച്ചാടി. എന്നിട്ട് തന്റെ വലിയ ദൗത്യം എന്താണോ അതിനുവേണ്ടി തയ്യാറായി നിന്നു. ഇനിയാണ് ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച ആകാശത്തേക്ക് നോക്കിക്കോളൂ. ഇതാ വരുന്നു നമ്മുടെ മഴവില്ല്. ആ കുഞ്ഞു മഴത്തുള്ളിയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? ഇല്ലല്ലോ. അവനെ സഹായിക്കാൻ വേണ്ടി ആകാശത്തുണ്ടായിരുന്ന അവന്റെ എല്ലാ കൂട്ടുകാരും, ഒരുപാട് മഴത്തുള്ളികൾ ഒരുമിച്ച് താഴേക്ക് വന്നു. അങ്ങനെ അതൊരു വലിയ മഴയായി പെയ്തിറങ്ങി. മഴയൊക്കെ പെയ്തു തീർന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നോ? അതാ ആകാശത്തേക്ക് നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഒരു മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്നു. 7 നിറങ്ങളുള്ള ഒരു സുന്ദരൻ മഴവില്ല്. ഇതങ്ങോട്ട് കണ്ടതും കുട്ടികളുടെ സങ്കടമൊക്കെ എങ്ങോട്ടോ ഓടിപ്പോയി. അവരെല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനും കൈകൊട്ടിച്ചിരിക്കാനും തുടങ്ങി. എന്നിട്ട് അവരെല്ലാവരും കൂടി ആകാശത്തേക്ക് നോക്കി ഒരേ ശബ്ദത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "നന്ദി കുഞ്ഞുമാലാഖേ." അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി, അല്ലേ? ഇനി കഥയുടെ അവസാനം എന്തായി എന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ സന്തോഷിക്കുന്നത് കണ്ടപ്പോ നമ്മുടെ കുഞ്ഞു മാലാഖയുടെ മനസ്സ് നിറഞ്ഞു. അവൾക്കും ഒരുപാട് സന്തോഷമായി. അവൾ ഒരു ചിരിയോടെ തന്റെ വീട്ടിലേക്ക്, ആ മേഘങ്ങൾക്കിടയിലേക്ക് തിരികെ പറന്നുപോയി. അപ്പൊ താഴെ ഭൂമിയിൽ വെച്ച് നമ്മുടെ മഴത്തുള്ളി അവന്റെ കൂട്ടുകാരോടായി ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നോ? "കൂട്ടുകാരെ, നമ്മൾ ചെയ്തത് ഒരു ചെറിയ സഹായമാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് എത്ര വലിയ സന്തോഷമാണ് കൊടുത്തതെന്ന് കണ്ടില്ലേ? അതുകൊണ്ട് ചെറിയ സഹായങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്." അപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമ്മൾ നല്ലൊരു കാര്യം പഠിച്ചില്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇന്ന് ആരെയാണ് സഹായിച്ചത്? ചെറിയ സഹായമായാലും മതി. അങ്ങനെ നമ്മുടെ കുഞ്ഞു മാലാഖയുടെയും മിടുക്കനായ മഴത്തുള്ളിയുടെയും കഥ ഇവിടെ കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.